മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് എതിരാളികളും വിമർശകരും ഉണ്ടാവുക എന്നുള്ളത്. ആ വിമർശകരോടും എതിരാളികളോടും നമ്മൾ അതേ പടിയിൽ പെരുമാറുകയാണെങ്കിൽ നമുക്കവർ ശത്രുക്കളായി മാറും. ആ ശത്രുവിനെ എങ്ങനെ മിത്രമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ മസ്തിഷ്കം ഒരു മിറർ എഫക്റ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഏത് രീതിയിലാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത്, അതുപോലെ തന്നെ ഒരു കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം നമ്മളെ പൂർണ്ണ രൂപത്തിൽ നമ്മളെ പ്രതിബിംബം കാണുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അതുപോലെ തന്നെയായിരിക്കും മറ്റുള്ളവർ നമ്മളോട് പെരുമാറുക. അതിനാൽ നമുക്കൊരു എതിരാളികളോ ശത്രുവോ വിമർശകരോ ഉണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുകയും അവർ പറയുന്ന വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ ആ ശത്രു അല്ലെങ്കിൽ വിമർശനം എന്ന ഇരുട്ടിനെ നമ്മൾ വെളിച്ചം കൊണ്ടാണ് നമ്മളതിനെ മായ്ച്ചു കളയേണ്ടത്. മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾ ആ വിമർശനത്തെ കോപത്തോടെയോ ദേഷ്യത്തോടെയോ അതിന് മറുപടി നൽകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രിനാലിലും കോർട്ടിസോണിലും എന്ന സ്ട്രെസ് ഹോർമോണുകളാണ്. അതിലൂടെ നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു, ടെൻഷൻ ഉണ്ടാകുന്നു, നമ്മുടെ ആരോഗ്യം മോശമായ രീതിയിൽ ആവുന്നു. അതുകൊണ്ട് ഈ വിമർശനങ്ങളോടും ശത്രുതാ മനോഭാവത്തോടൊക്കെ നമ്മൾ നല്ല രീതിയിലാണ് പെരുമാറേണ്ടത്. അതിനെ പോസിറ്റീവായ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഒരുപക്ഷെ നമുക്ക് അവനോട് നേരിട്ട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മളെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ലെങ്കിൽ, നമുക്ക് നന്നാവണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ മനസ്സ് നമ്മൾ അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് രഹസ്യമായിട്ട് അവനോട് നേരിട്ടല്ലാതെ രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ കൂടെയായിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ നമ്മുടെ മനസ്സിൽ അവനോട് നന്ദി പറയുക. അവൻ ഇപ്പം സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിച്ചതിൽ ഞാൻ അവനോട് നന്ദി പറയുന്നു എന്ന് നമ്മൾ മനസ്സിൽ പറയുക, ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നു. അതോടൊപ്പം അവനക്ക് നന്മ വരാൻ വേണ്ടിയിട്ട്, നമ്മളെ ആ എതിരാളിക്ക് നന്മ വരാൻ വേണ്ടി ദൈവത്തോട്, പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ അവനെക്കുറിച്ചുള്ള നന്മകൾ, നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് അവനോടും ഇഷ്ടത്തോടെ പെരുമാറാൻ നമ്മുടെ മനസ്സ് പാകപ്പെടും. അതിലൂടെ ആ ശത്രുവിനെ നമുക്ക് മിത്രമാക്കാൻ സാധിക്കും. ഒരു ശത്രു ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കേവലം ഒരു പ്രതിബന്ധം മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ഒരു ശത്രു ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ മനസ്സ് എപ്പോഴും അതിലിങ്ങനെ കെട്ടിക്കുടുങ്ങി കിടക്കും. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട്, ക്രിയാത്മകമായിട്ട്, വികസനാത്മകമായിട്ട് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും സമയം കണ്ടെത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ആലോചിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ മനസ്സെപ്പോഴും അവനോടുള്ള ദേഷ്യത്തിൻ്റെയും അവനോടുള്ള കുശുമ്പിൻ്റെയും ഒക്കെ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളിൽ നെഗറ്റീവ് ഹോർമോണുകളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മളിൽ എപ്പോഴും നല്ല പോസിറ്റീവായ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്, ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ആലോചിക്കാനും പുതിയ ആശയങ്ങൾ, വിജയത്തിൻ്റെ പുതിയ വഴികൾ കണ്ടെത്താനും സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ ശത്രുവിനെ എപ്പോഴും നമ്മൾ മിത്രമായി കാണാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിന് നമ്മൾ എല്ലാ സമയവും അതിനു വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കണം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലൂടെയും അവനക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടും അവനറിയാതെ അവനക്ക് വേണ്ടി നന്ദി പറഞ്ഞുമൊക്കെ നമ്മുടെ മനസ്സിൽ അവനെ മിത്രമാക്കണം. അതിലൂടെ നമുക്ക് ലോകത്തുള്ള എല്ലാവരെയും മിത്രമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.